ഇന്നത്തെ എൻ്റെ ടോപ്പിക് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ആണ്. സോ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2017 ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡീപ്പ് ലേണിംഗ് മോഡലാണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ LLP മോഡൽസിൽ പാരലൽ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡീപ്പ് ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത് RNN ആൻഡ് LSTM ആയിരുന്നു. RNN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ സീക്വൻസ് ആയിട്ട് ഡാറ്റിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഷോർട്ട് ടേം മെമ്മറി ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ലോങ് ടേമിലുള്ള അല്ലെങ്കിൽ ലോങ് ഡിപ്പെൻഡൻസീസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ അതിന് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ അതേപോലെ തന്നെ LSTM എന്ന് പറയുന്നത് RNN തന്നെ കുറച്ചുകൂടെ ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. ഇതിൽ ലോങ് ഡിപ്പെൻഡൻസീസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനെയാണെങ്കിൽ പോലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അപ്പം വെരി ലോങ് സെന്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ള വേർഡ്സ് ഒക്കെ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു സെൽഫ് അറ്റൻഷൻ മെക്കാനിസം കൂടിയാണ്. ഇതിൽ ഒരു സെന്റൻസ് ഇൻപുട്ട് ആയിട്ട് കിട്ടിയാൽ അതിനെ പാരലൽ ആയി പ്രോസസ്സ് ചെയ്ത് അതിന്റെ കോണ്ടെക്സ്റ്റും മീനിങ്ങും എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിന് പറ്റും. പിന്നെ ഒരു സെന്റൻസിനെ അതിലുള്ള വേർഡ്സിന്റെ, അതായത് അതിൽ എത്ര വേർഡ്സ് ഉണ്ട്, അതിൽ ഏത് വേർഡാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് സെൽഫ് അറ്റൻഷൻ മെക്കാനിസം യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് മെയിൻലി ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി സെൽഫ് അറ്റൻഷൻ മെക്കാനിസത്തിന്റെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് എംബഡിങ് ആണ്. അതായത് ഇൻപുട്ട് എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു സെന്റൻസ് ഇൻപുട്ടായി കിട്ടിയാൽ അതിലുള്ള വേർഡ്സിനെ വേർഡ് എംബഡിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊസിഷണൽ എൻകോഡിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു വേർഡിന്റെ ഒരു സെന്റൻസിൽ ഉണ്ടാകുന്ന വേർഡ്സ്, ആ വേർഡ്സിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. തേർഡ് എന്ന് പറയുന്നത് എൻകോഡർ ആൻഡ് ഡീകോഡർ സ്ട്രക്ചർ ആണ്. എൻകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് കിട്ടിയാൽ അതിനെ മനസ്സിലാക്കുക, അതായത് അതിന്റെ മീനിങ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് സെന്റൻസ് ജനറേറ്റ് ചെയ്യാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് കിട്ടി, അതിനെ ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ എൻകോഡർ ആ ഇംഗ്ലീഷ് സെന്റൻസിനെ അതിന്റെ മീനിങ് മനസ്സിലാക്കും ഫസ്റ്റ്. ഡീകോഡർ അതിനെ ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതാണ് എൻകോഡർ ആൻഡ് ഡീകോഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റൻഷൻ മെക്കാനിസം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന എന്താ വെച്ചാൽ ഒരു വേർഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന് റെലവെന്റ് ആയിട്ടുള്ള ബാക്കി വേർഡ്സിനെയും കൂടെ ഐഡന്റിഫൈ ചെയ്ത് അറ്റൻഷൻ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടി ഹെഡ് അറ്റൻഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു സെന്റൻസിലുള്ള വേർഡ്സിന്റെ ഗ്രാമറും അതേപോലെ മീനിങ് ഒക്കെ മനസ്സിലാക്കി അതിന്റെ ബേസിൽ പാരലായിട്ട് ആ ഒരു സെന്റൻസിനെ പ്രോസസ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. മൾട്ടി ഹെഡ് അറ്റൻഷൻ കഴിഞ്ഞാലുള്ള അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. അതായത് ആ പാരലൽ പ്രോസസ്സിംഗ് ചെയ്തിട്ടുള്ള സെന്റൻസിനെ ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ ലെയേഴ്സ് വഴി പാസ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ലെയറിൽ അതിന്റെ ഫൈനൽ വേർഡ് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്സ് വരുന്നത്. ഇനി ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ്. ഇതിപ്പം NLP മോഡലിൽ മാത്രമല്ല, സ്പീച്ച് റെക്കഗ്നൈസേഷൻ, മൾട്ടി മോഡൽ ടാസ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പാരലൽ ഡാറ്റ പ്രോസസ്സിങ്ങിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബെറ്റർ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫാസ്റ്റ് ട്രെയിനിങ്, ലോങ് സെന്റൻസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈ ഒരു ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആൻഡ് മെയിൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ ഹൈ കോസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ ലോങ് ഡാറ്റ റിക്വയർമെന്റ് ഉണ്ട്. അതായത് ഒരു ഗുഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ട്രെയിനിങ്ങിന് വേണ്ടി വരും. ദെൻ ലോങ് ട്രെയിനിങ് ടൈം ആണ് ഉള്ളത്. അപ്പോൾ സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ.